നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫേസ്ബുക്കിലെയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലെയും അക്കൗണ്ടുകൾ എങ്ങനെ പെർമനൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ടെമ്പററി ആയിട്ടും ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ അക്കൗണ്ടിലെ ഇൻഫർമേഷൻ എല്ലാം സേവ് ചെയ്ത് ഒരു ഡേറ്റ പാക്കായിട്ട് സേവ് ചെയ്ത് വെക്കാൻ ഞാൻ ഈ വീഡിയോ കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഞാൻ ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിൻ്റെ ആ ഭാഗം മാത്രം കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ നമുക്ക് എങ്ങനെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടി ഇപ്പോൾ നമുക്കിപ്പോൾ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലൈറ്റ് ആപ്ലിക്കേഷൻ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യമായിട്ട് സാധാരണ ചെയ്യുന്ന പോലെ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ആപ്ലിക്കേഷനാണ്. നിങ്ങൾ നേരെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിലേക്ക് പോകാൻ വേണ്ടി അവിടെ ഒരു 3 ഡോട്ട്സ് ലൈൻ ഉണ്ടാകും. ആ ഒരു 3 ഡോട്ട്സ് ലൈനിൽ പിടിച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ സെറ്റിങ്സ് ഓപ്പൺ ആയിട്ട് വരും. സെറ്റിങ്സ് ഓപ്പൺ ആയിട്ട് വന്നു കഴിയുമ്പോൾ പേഴ്സണൽ ആൻഡ് അക്കൗണ്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ടാവും. ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ അക്കൗണ്ട് ഓണർഷിപ്പ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാം. അവിടെ അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് അവിടെ ഡീആക്ടിവേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് ആണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡീആക്ടിവേഷൻ ആണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നിങ്ങൾക്ക് അവിടെ അതായത് ഡീആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എപ്പോൾ തിരിച്ച് ലോഗിൻ ചെയ്താലും അപ്പോൾ വീണ്ടും അക്കൗണ്ട് ആക്റ്റീവായിട്ട് വരുന്നതായിരിക്കും. അത്രയും കാലം ആ ഫേസ്ബുക്ക് അക്കൗണ്ട് ആ ഒരു ഫേസ്ബുക്കിൽ ഉണ്ടാകത്തില്ല. അതാണ് ടെമ്പററി ഡിലീഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് പെർമനൻറ്റ് ഡിലീഷൻ ആണ്. ടെമ്പററി വേണ്ടവർക്ക് ടെമ്പററി ചെയ്യാം, പെർമനൻ്റ് ആയിട്ട് ചെയ്യുന്നവർ പെർമനൻറ്റ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഡിലീഷൻ എന്നുള്ള കാര്യം സെലക്ട് ചെയ്യാം. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമ്മളോട് റീസൺ ചോദിക്കുക. അതായത് ഇപ്പോൾ ഈ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കും. നിങ്ങൾ എന്തെങ്കിലും ഒരു കാരണം അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ എന്നുള്ള കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ താഴോട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇൻഫർമേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത്. നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെ മെസ്സേജുകൾ, നമ്മുടെ ന്യൂസ് ഫീഡ്, നമ്മുടെ ഈ ഫോട്ടോസ്, അതുപോലെ തന്നെ സ്റ്റോറീസ്, നമ്മുടെ ലൊക്കേഷൻ, കണക്റ്റഡ് ആപ്ലിക്കേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിനെ ഉള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സേവ് വെച്ചിട്ടുള്ള മുഴുവൻ ഡേറ്റയും നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കത് ഡൗൺലോഡ് യുവർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടാകും. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ എന്തൊക്കെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. അത് ഇഷ്ടമുള്ള ഇൻഫർമേഷൻസൊക്കെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, അല്ലെങ്കിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തൊട്ടടുത്ത ആ ഒരു ബാറിൽ നമുക്ക് അവിടെ ആ ഒരു സാധനം പെൻഡിങ് എന്ന് കാണിക്കും. ഇപ്പോൾ ഞാനിവിടെ നേരത്തെ ഒരെണ്ണം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നേരത്തെ ഇപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. മുകളിൽ ഒരെണ്ണം പെൻഡിങ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കുറച്ച് നേരം പെൻഡിങ് എന്ന് കാണിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഡൗൺലോഡ് എന്നായിട്ട് മാറും. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട MB സൈസ് അവിടെ കാണിച്ചിട്ടുണ്ടാവും. ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഈ ഡേറ്റ എല്ലാം അങ്ങോട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സേവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇൻഫർമേഷൻ എല്ലാം സേവ് ചെയ്യണമെങ്കിൽ അങ്ങനെ സേവ് ചെയ്യാം. അത് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഏറ്റവും താഴെ വീണ്ടും ഡിലീറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഡിലീറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് 30 ദിവസത്തേക്ക് ആ ഒരു അക്കൗണ്ടിൽ തിരിച്ച് ലോഗിൻ ചെയ്യാനേ പാടില്ല. ചില ബിരുദന്മാരുണ്ട്, നമ്മൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ഡിലീറ്റ് ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നും കൂടെ ലോഗിൻ ചെയ്ത് നോക്കും. ഞാൻ പണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കരുത്. അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവായി വീണ്ടും നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരും. പിന്നെയും ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. 30 ദിവസം വരെ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൽ തന്നെ ഉണ്ടാവും. അതായത് നിങ്ങൾ ആ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്താൽ ഇപ്പോൾ അതിൻ്റെ ഫുൾ ഡേറ്റ അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ വീണ്ടും എപ്പോൾ ലോഗിൻ ചെയ്യുക 30 ദിവസത്തിനുള്ളിൽ എപ്പോൾ ലോഗിൻ ചെയ്താലും വീണ്ടും നിങ്ങളുടെ അക്കൗണ്ട് ലോഡായിട്ട് ആ ഫേസ്ബുക്കിലേക്ക് കയറി വരുന്നതായിരിക്കും. അതാണ് പെർമനൻ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തേക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ 90 ദിവസത്തേക്ക് നിങ്ങൾ ഡേറ്റ ഫേസ്ബുക്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് 90 ദിവസത്തേക്ക് നിങ്ങളുടെ ഡേറ്റ ഫുള്ള് നിങ്ങളുടെ അക്കൗണ്ടിനെ സംബന്ധിച്ച് ഫുൾ ഡേറ്റ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലുണ്ട്. അതുവരെ നിങ്ങൾ ലോഗിൻ ചെയ്യാനായിട്ട് പാടില്ല. 90 ദിവസത്തിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടും അതിലുണ്ടായിരുന്ന ഫുൾ ഡീറ്റെയിൽസും നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അതുകൊണ്ട് അത്രയും ദിവസമൊക്കെ നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് ലോഗിൻ ചെയ്യാനേ പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതെല്ലാം ലോഡായിട്ട് വരും. അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എങ്ങനെയാണ് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഫർമേഷൻ സേവ് ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർക്കുക. 30 ദിവസത്തേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യാനേ പാടില്ല എന്ന കാര്യങ്ങൾ ഓർക്കുക.
അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷനിൽ നമുക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനോ ടെമ്പററി ആയിട്ട് ഡിലീറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്രോമിൽ ബ്രൗസറിൽ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോവുക. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഡേറ്റയാണ് സേവ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ നേരെ സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ടാകും. ആ ഒരു ഡേറ്റ ഡൗൺലോഡ് പിടിച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് റിക്വസ്റ്റ് വിടാവുന്നതാണ്. റിക്വസ്റ്റ് വിട്ടതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മെയിൽ വരും. ഇൻസ്റ്റഗ്രാമിൽ നിന്നും നിങ്ങളുടെ ഡേറ്റ സേവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു ഡേറ്റ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലെ ഫുൾ ഡേറ്റ, നിങ്ങളുടെ ഇമേജസ്, സ്റ്റോറീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ഒരു ഡേറ്റയിലുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ അടുത്താണ് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിസേബിൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് എഡിറ്റ് പ്രൊഫൈൽ കൊടുക്കുക. സെറ്റിങ്സിനകത്ത് എഡിറ്റ് പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊഫൈൽ എടുത്തിട്ട് എഡിറ്റ് പ്രൊഫൈൽ കൊടുക്കുക. അവിടെ ടെമ്പററിലി ഡിസേബിൾ മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാകും. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഡിസേബിൾ കൊടുത്ത് നിങ്ങളുടെ അക്കൗണ്ട് ടെമ്പററി ആയിട്ട് ഡിസേബിൾ ആയിപ്പോൾ പിന്നീട് നിങ്ങൾ എപ്പോൾ ലോഗിൻ ചെയ്താലും ആ ഒരു അക്കൗണ്ട് പിന്നെയും ആക്റ്റീവായിട്ട് വരുന്നതായിരിക്കും. ഇനിയാണ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അത്ര സിമ്പിൾ അല്ല. നിങ്ങൾ സാധാരണക്കാർ നോക്കിയാലും പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം ക്രോം ബ്രൗസറിലേക്ക് ഇൻസ്റ്റഗ്രാം ആദ്യം ലോഗിൻ ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ക്രോം അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം. അതിനുശേഷം ഞാനൊരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ടാബ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ തന്നെ ഹെൽപ്പ് സെൻറ്റർ ഓപ്പൺ ആയിട്ട് വരും. ആ ഒരു ഹെൽപ്പ് സെൻറ്ററിൽ നിന്നും ഇൻസ്റ്റഗ്രാം ഹൗ ടു ഡിലീറ്റ് മൈ അക്കൗണ്ട് എന്ന കാര്യം സെലക്ട് ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നതിന് ശേഷം ഡിലീറ്റ് മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ടാവും. ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങളുടെ ക്രോമിൽ ഇൻസ്റ്റഗ്രാം ലോഗിൻ ചെയ്തതിന് ശേഷം ഏത് അക്കൗണ്ടാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ അക്കൗണ്ട് ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു ലിങ്കിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ലിങ്ക് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് ഡിലീറ്റ് ചെയ്യുന്നതെന്നുള്ള കാരണം അവിടെ സെലക്ട് ചെയ്യണം. ഇവിടെ ഇത് മസ്റ്റാണ്. ആ കാരണം സെലക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എന്തെങ്കിലും ഒരു കാരണം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു കാര്യം സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പാസ്വേഡ് റീ എൻ്റർ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് വീണ്ടും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അവിടെയും വീണ്ടും ലോഗിൻ ചെയ്യാതിരിക്കാൻ നോക്കുക. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ലിമിറ്റ് ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ തിരിച്ച് ലോഗിൻ ചെയ്യാതിരിക്കാം. അതുപോലെ അപ്പോൾ ഇങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിലെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലെയും അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളായുള്ള കാര്യമാണ്, പക്ഷേ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുമാണ്. അപ്പോൾ ഇത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. പലർക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾക്ക് വരാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ ഇതുപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ എനേബിൾ ആക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരേക്കും ബൈ.